ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്കുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത കാഷ്യൂ ആണ് ചേർക്കുന്നത്. ഈ സമയത്ത് കാഷ്യൂവിൻ്റെ കൂടെ കുറച്ച് ബദാം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂ ഒന്ന് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് റേസിൻസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റേസിൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി റേസിൻസ് നന്നായിട്ട് പഫായി വരുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയൊന്ന് അലിയുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു മുട്ടക്കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. മുട്ടയുടെ സ്മെല്ലൊക്കെ വരാതിരിക്കാൻ ഏലക്കാപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ പാൽ ചേർക്കാം. അപ്പോൾ പാൽപ്പൊടി ചേർക്കുമ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു സോസ് പാനിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി സോസ് പാനിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ കൂട്ടിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ സ്ലൈസ് പഴവും ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മുടെ ഈ മുട്ടയുടെ കൂട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ചേർക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഫില്ലിങ്ങൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ പഴവും ഇതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴത്തിനും ഫില്ലിങ്ങിനും അനുസരിച്ചിട്ട് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന ഈ പാത്രത്തിനനുസരിച്ചിട്ടും ഈ അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ വീണ്ടും ഞാൻ അവസാനമായിട്ട് ബാക്കിയുള്ള ഫില്ലിങ് കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഈ മുട്ടയുടെ കൂട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന ഈ മുട്ടയുടെ കൂട്ട് ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുറഞ്ഞത് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറഞ്ഞ തീയിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാകും വെന്തോ എന്ന്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് മറ്റൊരു പാനിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് അതിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് 2-3 മിനിറ്റ് കൂടെ കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പഴമടുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും നേന്ത്രപ്പഴമൊക്കെ കിട്ടുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്